ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദു വന്ന് കയറിയപ്പോൾ അനിയും കൂട്ടുകാരിയും കൂടി ഇരിക്കുന്നു. അങ്ങനെ അനാമികയ്ക്ക് നന്ദുവിനെ കണ്ടപ്പോഴത്തേക്കും ദേഷ്യം ഒന്നും ഇങ്ങനെ തലയൊക്കെ ചൊറിഞ്ഞ് അങ്ങനെ ഇരിക്കുവാണ്. അപ്പം പെട്ടെന്ന് ഒന്ന് ഷോക്കായെങ്കിലും ഹായ് അനി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു കൂട്ടുകാരെയും കൂട്ടി ഇവരുടെ അടുത്തേക്ക് ചെന്നു. നിങ്ങളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതല്ല കേട്ടോ, ഞാൻ ഇവന്മാരെ കണ്ടിട്ട് കുറേ നാളായി. അപ്പോൾ ഇവന്മാരുടെ കൂടെ ജസ്റ്റ് ഇങ്ങ് വന്നതേ ഉള്ളൂ. ഞങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന റെസ്റ്റോറൻറ്റാണ്, കുറച്ച് നാളായി ഇങ്ങോട്ട് വന്നിട്ട്, അതുകൊണ്ട് വന്നതാട്ടോ എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുന്നു. നിങ്ങൾ വന്നിട്ട് കുറേ നേരമായെന്ന് ചോദിച്ചപ്പം ഇല്ല, ഇപ്പോൾ വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു അനാമിക. തിരിച്ചുകൊണ്ട് ഇങ്ങനെ അനി ഇരിക്കും കേട്ടോ. അനാമിക എന്നിട്ട് ഇവർ രണ്ടുപേരെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അപ്പം അനി എന്താ വിഷമിച്ചിരിക്കുന്നേ എന്ന് കൂട്ടുകാരൻ ചോദിച്ചു. കെട്ടാൻ പോകുന്ന പെൺകുട്ടി കൂടെ ഇരിക്കുമ്പോൾ കുറച്ചൊക്കെ ഹാപ്പി ആവണ്ടേടാ എന്ന് കൂട്ടുകാർ ചോദിക്കുന്നേ. ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കും. അനാമികയ്ക്ക് കലി കയറിയിട്ടേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല വെട്ടിച്ച്, അയ്യോ നിങ്ങളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞെങ്കിൽ ഞാനും ഇങ്ങോട്ട് വരില്ലായിരുന്നു എന്ന് നന്ദു പറഞ്ഞു. അയ്യോ വേറൊന്നും കൊണ്ടല്ല കേട്ടോ, അനാമികയ്ക്ക് എന്നെ ചെറിയ സംശയം ഉണ്ടെന്നുള്ളത് എനിക്കറിയാം, അതുകൊണ്ടാണ് കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ലടോ. ദേ ഇവന്മാരെ പോലെ തന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അനിയും. അതിനിപ്പോൾ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാലും അതങ്ങനെ തന്നെ ആയിരിക്കും എന്ന് നമ്മുടെ നന്ദു അങ്ങ് പറഞ്ഞു. അതിനപ്പുറം ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന് മറ്റ് കളറൊന്നും കൊടുക്കണ്ട കേട്ടോ എന്നും പറഞ്ഞു. അല്ലേടാ എന്നിങ്ങനെ പറഞ്ഞപ്പം ആ കൂട്ടുകാർ നിന്ന് അങ്ങ് ചിരിച്ചു. അപ്പോൾ അനിയും കൂളായിട്ട് അങ്ങനെ ഇരിക്കുക. എന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോയിരിക്കുന്നു. അപ്പോഴും അനിയും അനാമികയും കൂടി ഇവിടെ ഇരിക്കുന്നു. പക്ഷേ അങ്ങനെ അവർ രണ്ടുപേരും ചിരിയും, അതായത് അവർ നന്ദുവും കൂട്ടുകാരും ചിരിയും കളിയും സംസാരവും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കാം. അങ്ങനത്തെ അവർ വർത്തമാനമൊക്കെ ആയിട്ടിരിക്കുന്നു. ആ സമയത്ത് നമ്മുടെ അനി പോവാം എന്ന് പറഞ്ഞു. പോകാമെന്ന് പറഞ്ഞു. ജ്യൂസ് കുടിച്ചൊന്നുമില്ല, അവരങ്ങ് പോവുകയാണ് ബില്ലൊക്കെ പേ ചെയ്തിട്ട്. അപ്പോൾ നമ്മളിവിടെ ഉണ്ടായിട്ട് തന്നെ അവരിങ്ങോട്ട് വന്നത് എന്നും പറഞ്ഞുകൊണ്ട് അനാമിക എന്നിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് കുശുമ്പ് പറയുമ്പം എടോ നമ്മളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അവരിങ്ങോട്ട് വരില്ലായിരുന്നു എന്ന് അനി അന്നേരം പറഞ്ഞു. അവൾ പറഞ്ഞു തന്നെ കേട്ടില്ലേ, അവരെല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണെന്ന്. അപ്പോൾ അനി നന്ദു ഇവരെ മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അനാമിക ഇടയ്ക്കിടയ്ക്ക് നന്ദുവിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ദയവ് ചെയ്ത് നന്ദുവിനെ എന്നെയും ചേർത്ത് ഒന്നും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് അനി ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അതൊക്കെ നിർത്തിയതാണെന്ന് അനാമിക പറഞ്ഞു. നമുക്ക് പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവരങ്ങ് പോണു. അങ്ങനെ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവർ 3 പേരും കൂടി ഇങ്ങനെ നോക്കുക, അതായത് അനിയെയും അനാമികയെയും. എന്തിനാ നന്ദു നീ ഇങ്ങനെ കള്ളം പറഞ്ഞേ എന്ന് കൂട്ടുകാർ ചോദിക്കുമ്പം എന്താ, അല്ല അവൻ പോയി കഴിയുമ്പോൾ നിനക്കല്ല വിഷമം ഉണ്ടല്ലേ എന്ന് കൂട്ടുകാർ. അപ്പം എന്തോന്ന് വിഷമം, ദേ ഇത്തരം സംസാരം പാടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ. വിഷമം പോലും എനിക്ക് യാതൊരു വിഷമവും ഇല്ല. അതും പറഞ്ഞ് നമ്മുടെ നന്ദു ഇങ്ങനെ ഇരിക്കുന്നു. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നന്ദുവിൻ്റെ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നന്ദു എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുക. അതേസമയം പിന്നെ കാണിക്കുന്ന അനന്തപുരിയിൽ നമ്മുടെ ജലജ ഇങ്ങനെ ഇരിക്കുന്നു. കനകത്തെ എന്തിനാ എൻ്റെ മുറിയിൽ കയറ്റുന്നത്? അവളെ ഒരു പക്ഷേ ഈ മുറിയിൽ നിന്ന് മാറ്റേണ്ടതല്ലേ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കിടത്തേണ്ടതല്ലേ? അടുക്കളയിൽ കിടത്തിയാലും ഒരു കുഴപ്പമില്ല. ഇതൊക്കെയാണ് ചിന്തിക്കുന്നത്. അവളുടെ ഇതിനകത്തുള്ള സുഖവാസം അത് അവസാനിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജലജ എന്തൊക്കെയോ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി തുടങ്ങുന്നു. അപ്പോൾ പുറത്തിറങ്ങി മുറിയും പൂട്ടി. ആ സമയത്ത് ഇനി അവൾ എങ്ങനെയാണ് മുറിക്കകത്ത് കയറുമെന്ന് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് മുറിയും പൂട്ടി ജലജ അങ്ങൊരു പോക്കങ്ങ് പോയി. ജലജ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എന്തേ നമ്മുടെ കനകം മുറിയിലേക്ക് ചെന്നു. അപ്പോൾ മുറി പൂട്ടിയേക്കുന്നു. ഇതെന്താ നോർത്തുകൊണ്ട് കനകം ഇങ്ങനെ മുറി തുറക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ സമയം അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം അവൾ പൂട്ടിയേച്ച് പോയതാ. ഇവളെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, ഞാൻ സകല അടവും പറ്റിയിട്ടാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നിന്നെ ഞാൻ വെറുതെ വീട്ടിലടി ജലജയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകം എന്ത് ചെയ്തു, സ്ലൈഡ് കൊണ്ട് റൂമിൻ്റെ ഡോറ് തുറന്നു. അങ്ങനെ അകത്ത് കയറി. അങ്ങനെ കനകം അകത്തല്ല പുഷ്പം പോലെ കയറി പോവുകയും ചെയ്തു. ജലജ ഇങ്ങനെ അവളിപ്പോൾ കയറില്ലല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ ഇങ്ങനെ നടക്കുക. അപ്പോഴേക്കും അഭി അങ്ങോട്ടേക്ക് വന്നു. സന്തോഷത്തും കൊണ്ട് തുള്ളിച്ചാടുന്ന അമ്മയെ കണ്ടപ്പം അമ്മയ്ക്ക് എന്താ അമ്മ ഇന്ന് ഇത്ര സന്തോഷമെന്ന് ചോദിച്ചു. അത് പിന്നെ എടാ, ഈ വീട്ടിനകത്ത് ഒരുപാട് മുറി ഉണ്ടായിട്ടും എൻ്റെ മുറിയിൽ തന്നെ അവളുമാരുടെ അമ്മ വന്ന് കിടക്കുന്നത് ഒരു തരം പ്രതികാര ബുദ്ധിയോടെ അല്ലേന്ന് ചോദിച്ചു. അപ്പോൾ മുത്തശ്ശിയല്ലേ അവരോട് അവിടെ കിടക്കാൻ പറഞ്ഞത് അമ്മയെന്ന് അഭി പറയുമ്പം അങ്ങനെ പറഞ്ഞാൽ എന്താ, അവൾ എൻ്റെ കൂടെ വന്ന് കിടക്കണോ? അതിന് ഞാൻ അവൾക്കിട്ടൊരു പണി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജലജ പറയുന്നു. ഇന്നേ അവൾ ആ മുറിയിൽ കയറാനൊന്നും പോകുന്നില്ല. ഒന്നെങ്കിൽ ഏതെങ്കിലും മൂലയിൽ പോയി കിടന്നോളും, അല്ലെങ്കിലേ അവളുടെ മോള് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ കിടന്ന സ്റ്റോർ റൂം ഉണ്ടല്ലോ, അവിടെ ചുരുണ്ട് കൂടിക്കോളൂ എന്നും പറയും. മുത്തശ്ശനും മുത്തശ്ശി അറിഞ്ഞാൽ അത് പ്രശ്നമാവില്ലേ അമ്മയെന്ന് അഭി ചോദിച്ചപ്പം ആ ഒരു പ്രശ്നമാക്കിയാലും ഇനി എനിക്ക് അവളെ സഹിക്കാനായിട്ട് പറ്റത്തേ ഇല്ല, ഞാൻ സഹിക്കില്ല എന്ന് പറഞ്ഞു. അവസാനം അമ്മ പുറത്തും അവരകത്തുമായിരിക്കും, അതായിരിക്കും മിക്കവാറും സംഭവിക്കാൻ പോകുന്ന കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ കരുനാക്കെടുത്ത് വളയ്ക്കാതെടാ, ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ അവളെ വിഷം കൊടുത്ത് കൊല്ലുമെന്നും ജലജ പറഞ്ഞു. എന്നാൽ അങ്ങനെ ചെയ്യാൻ നോക്കുക. അവർക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ അവരുടെ 2 മക്കൾക്കും കൂടെ കൊടുക്കാൻ പറഞ്ഞു അഭി. അതോടുകൂടി നമുക്ക് കുറച്ച് മനസ്സമാധാനവും കിട്ടുമല്ലോ എന്ന് അങ്ങനെ 2 എണ്ണങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോൾ അഭി പറഞ്ഞു ഒന്നും നടക്കില്ല മിക്കവാറും നമ്മളിങ്ങനെ മെനക്കെട്ട രീതിയിൽ ഇവിടെ നിന്നിട്ട് ഇറങ്ങി പോകേണ്ടി വരും. ഈ രീതിയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് നാളം തോരമായെന്ന് നമുക്ക് അറിയില്ല എന്നൊക്കെ അഭി അന്നേരം പറയുക. എനിക്ക് അറിയാടാ മോനെ എന്നും പറഞ്ഞുകൊണ്ട് ജലജ
അങ്ങനെ അമ്മയും മോനും കൂടി ഓരോ കുശുമും കുന്നായ്മയും ചിന്തിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു. എന്തായാലും അവരുടെ കാര്യം പരിതാപകരമാണെന്നുള്ളത് അവർക്ക് മനസ്സിലായി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന അനിയാട്ടോ. അനിയുടെ ഒരു ഫോട്ടോ ബുക്കുകൾക്കിടയിൽ വെച്ചിട്ട് നന്ദു ഇങ്ങനെ അത് തലോടിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ പഴയതെല്ലാം മറക്കൊന്നും എനിക്കും മോളുടെ ചേച്ചിക്കൊക്കെ വാക്ക് തന്നിട്ട് അപ്പോൾ അതൊന്നും പാലിക്കാൻ മോൾക്ക് പറ്റുന്നില്ലല്ലേ എന്ന് ഗോവിന്ദേട്ടൻ ചോദിച്ചു. അപ്പോൾ എനിക്കെന്താ അച്ഛാ പറ്റിയെന്ന് ചോദിച്ചു. എന്താ കുഴപ്പമൊന്നും ഞാൻ പറയണോ എന്ന് ഗോവിന്ദേട്ടൻ നന്ദുവിനോട് ചോദിക്കാം. നേരത്തെ ഞാൻ നിന്നെ പൂട്ടിയിട്ടത് നിന്റെ കൂട്ടുകാർക്കൊപ്പം ചുറ്റിക്കറങ്ങാതിരിക്കാനാണ്. എന്നാ ഇപ്പം ഞാനും അമ്മയും ഏതു നേരവും പറയുന്നത് നീ ഒന്ന് പുറത്തോട്ട് പോ എന്നാണ്. പക്ഷേ നീ കേൾക്കുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നീ തലേദിവസം കല്യാണ വീട്ടിലോട്ട് പോകുന്നതെന്ന് ചോദിച്ചു. അനിയും നീയും നിന്റെ കൂട്ടുകാരും ചേർന്ന് ഒരുക്കണം എന്നല്ലേ ആദർശമോ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുവാണ്. അങ്ങനെ ചെയ്യുന്നത് അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അത് മാറാനേ സഹായിക്കുമോളെ എന്നൊക്കെ പറഞ്ഞു. മറിച്ച് നിനക്ക് അവനെ ഇഷ്ടമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണം പോലും അത് മുടങ്ങി പോകുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക. അത് നമ്മൾ അവരോട് ചെയ്യുന്ന വലിയൊരു ചതിയാണെന്നും പറഞ്ഞു. ദേ സാഹചര്യം എൻ്റെ മോള് മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ അച്ഛാ എനിക്കതൊക്കെ അറിയാം, എൻ്റെ മനസ്സ് അത് ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു. അപ്പോൾ അതിന് നിനക്ക് കഴിയുന്നില്ലല്ലോ. ആദർശമോ വന്നപ്പോൾ പല പ്രാവശ്യവും പറഞ്ഞു കല്യാണത്തിന് 2 ദിവസം മുന്നേ നിന്നെയും കൂട്ടി ചെല്ലണമെന്ന്. അത് വേണ്ട, തലേ ദിവസമെങ്കിലും നമുക്ക് അങ്ങോട്ടേക്ക് പോകണ്ടേ. കല്യാണത്തിൻ്റെ അന്ന് പോയ പോരെ അച്ഛാ. അത് പിന്നെ ഇത് തന്നെയാണ് മോളെ നിൻ്റെ കുഴപ്പം. അതുകൊണ്ട് തന്നെ നീ മാറിയില്ലെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതെന്ന് പറയുന്ന അച്ഛനോട് അച്ഛാ മാറാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്ന് നന്ദുവും പറഞ്ഞു. ആ പറച്ചിൽ മാത്രമേ ഉള്ളൂ, ഒന്നും അങ്ങ് നടക്കണില്ല അല്ലേ മോളെ എന്നൊക്കെ പറഞ്ഞു. ഇനിയും ഈ രീതി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാകില്ല. ഇതേ സാധാരണ പെൺകുട്ടികൾ പ്രേമത്തിൽ കുടുങ്ങാറുണ്ട്, എന്നാൽ അതുപോലുള്ള പെൺകുട്ടികളെക്കാൾ ഒരുപാട് താഴേക്ക് പോയി നീ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ നന്ദുവിനെ കുറ്റപ്പെടുത്തുന്ന പോലെ സംസാരിക്കാം. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അച്ഛാ എന്ന് നന്ദു പറഞ്ഞു. ഞാൻ പരമാവധി എന്നെ നിയന്ത്രിക്കാൻ നോക്കുന്നുണ്ടെന്നും പക്ഷെ കഴിയുന്നില്ലെന്നും നമ്മുടെ നന്ദു പറയാം. അപ്പം നീ കാരണം ഇനി അനി ഒരിക്കലും മാറി ചിന്തിക്കാൻ പാടില്ല. അങ്ങനെയെങ്ങാനും സംഭവിച്ചാൽ അത് ഞങ്ങളെ കൊന്നിട്ട് വേണം മോളെ. അതും പറഞ്ഞ് അച്ഛൻ അങ്ങ് പോവുകയാണ്. അപ്പോൾ നന്ദു ആകെ ധർമ്മസങ്കടത്തിലായി. എന്തായാലും നിങ്ങളുടെ കൂട്ടുകെട്ടിനെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് അറിഞ്ഞെങ്കിൽ മുളയിലെ നുള്ളിയേനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ അച്ഛൻ അങ്ങ് പോയത്. നന്ദു ആണെങ്കിൽ ആകെ നിരാശയോടുകൂടി അവിടെ നിൽക്കുന്നു. എങ്ങനെയെങ്കിലും മനസ്സ് മാറ്റണം എന്നുള്ളൊരൊറ്റ ചിന്ത മാത്രമേ ഇപ്പം നന്ദുവിനുള്ളൂ. എന്തായാലും ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം രാത്രിയായപ്പോൾ ജലജ റൂമിലേക്ക് വരുന്നു. റൂമിലേക്ക് പതുക്കെ റൂമൊക്കെ തുറന്ന് വരാൻ ഇങ്ങനെ നോക്കുമ്പോൾ റൂം തുറന്ന് കിടക്കുന്നു. ഇതാരാ റൂം തുറന്നതെന്ന് ചോദിച്ചുകൊണ്ട് ജലജ ഇങ്ങനെ തുറന്ന് ചെല്ലുമ്പോൾ നമ്മുടെ കനകം ഇങ്ങനെ നൈറ്റ് ഒക്കെ ഇട്ട് ഒരു ഭദ്രകാളി ലുക്കിൽ ഇങ്ങനെ നിൽക്കുക. ഹായ് ജലജ ബബി എന്ന് പറഞ്ഞ് വിളിച്ച ജലജ ഞെട്ടി. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്ന് പറഞ്ഞു. കാരണം ജലജയുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മുടെ കനകം ഇങ്ങനെ ഇരിക്കുകയാണ്. ജലജയ്ക്ക് അങ്ങ് സഹിക്കുന്നില്ല. ഷേ എന്നും പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ ഭയങ്കര തുള്ളുന്നു. അപ്പോൾ വെരി നൈസ് എന്നും പറഞ്ഞ് ഇതേ ബെഡിൽ കയറി കിടന്ന് തുള്ളുക കനകം. ഇതെൻ്റെ നൈറ്റ് അല്ലേന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. എടി എന്നും പറഞ്ഞുകൊണ്ട് ചെന്ന് പിടിച്ച് പറിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും തരില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആക്ടിങ്ങാണ്. ഇങ്ങനെ ദേഷ്യപ്പെടില്ല എൻ്റെ ചക്കരക്കുട്ടി മുറി വൃത്തികേടാകുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കട്ടിലേ കിടന്ന് തുള്ളുക. അപ്പോൾ എടി നീ എന്ത് കാണിക്കുന്നതെന്ന് ചോദിച്ചു ജലജ. അപ്പോൾ എനിക്ക് സന്തോഷം സഹിക്കാൻ മേലേ എന്ന് പറഞ്ഞുകൊണ്ട് കനകം. നിനക്ക് ശരിക്കും വട്ടായോ എന്ന് ചോദിച്ചു. ഇത് എന്തൊരു സുഖമാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാട്ടോ ഇങ്ങനെ നിന്ന് നമ്മുടെ കനകം കാട്ടിക്കൂട്ടണേ. അങ്ങനെ കനക ആ മുറി കിടന്ന് കാണിക്കുന്ന കണ്ടിട്ട് ജലജയ്ക്ക് കലി കയറിയിട്ട് പാടില്ല. കം എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നമ്മുടെ കനകം കിടന്ന് തുള്ളി ഉറയുവാണ് അവിടെ കിടന്ന്. അപ്പോൾ ഈ ജലജയെ വട്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിനക്ക് ശരിക്കും വട്ടായോ എന്ന് ജലജ കനകത്തിനോട് ചോദിച്ചു. അയ്യോ എനിക്കല്ല വട്ട്, ഞാൻ കാരണേ നിനക്ക് വട്ട് വന്നെന്നൊക്കെ ഇരിക്കുമെന്നും പറഞ്ഞു കനകം. ദേ സംസാരിക്കുമ്പോഴേ കുറച്ച് മാനേഴ്സൊക്കെ വേണമെന്ന് ജലജ പറയുമ്പോൾ അയ്യോ എനിക്കതില്ലാണ്ടായിപ്പോയി. പ്ലീസ് 4-5 മാനേഴ്സ് എനിക്ക് പഠിപ്പിച്ച് തരാമോ? അതനുസരിച്ച് നിന്നോടൊന്ന് മാനേഴ്സ് ആവാനാ കൾച്ചറസ് ഫെലോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ ജലജ ഇത് കേട്ടപ്പോൾ പറഞ്ഞു. അതെ ഞാൻ കച്ചറയാ, ഇത്രക്കാരോടെ കുറച്ച് കച്ചറയായാലും അടിവേ നടക്കുള്ളെന്ന് കനകം അന്നേരം പറഞ്ഞു. ആ ബേബി പിന്നെ എനിക്കിതങ്ങ് ഇഷ്ടപ്പെട്ടു, ഞാനിതങ്ങ് എടുക്കുക കേട്ടോ എന്ന് പറഞ്ഞു. 10,000 വിലയുള്ള നൈറ്റിയാണിതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും വാട്ട് 3,000 rupees ഇതിനോ? ഒയ്യോ ഓരോരോ അഹങ്കാരമേ. ഇനി അല്ലെങ്കിലും എനിക്കിത് വേണ്ട, നീ അത് എടുത്തിട്ടില്ലേ എന്ന് കനകത്തിനോട് ജലജ പറഞ്ഞപ്പം എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ആ ഷെൽഫിൽ ഇരിക്കുന്ന എല്ലാ സാരികളും ഞാൻ എടുത്തോളാം. അപ്പം പിന്നെ അതൊക്കെ എനിക്ക് സ്വന്തമാകുമല്ലോ. എടി മനുഷ്യരായ നാണം വേണോടി നാണം എന്ന് ജലജ പറഞ്ഞപ്പം അതെനിക്ക് ഇച്ചിരി കുറവാന്നേ, അതൊക്കെ ഉള്ളവർ കുറച്ച് മാനം മര്യാദയ്ക്ക് പോയാൽ നന്നായിരിക്കും എന്നും പറഞ്ഞു. അങ്ങനെ ഈ ഒരു കാര്യം ഇവർ തമ്മിൽ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ കനകം തുള്ളി ചാടി അങ്ങനെ അങ്ങ് പോകുന്നു. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് കനകം അങ്ങനെ പോണ നോക്കി നിൽക്കുക കേട്ടോ നമ്മുടെ ജലജയ്ക്ക് ശരിക്കും ഒരു പണിയാണ് നമ്മുടെ കനകം കൊടുത്തത്. തുള്ളി കലി കയറി അങ്ങനെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ആദർശാണെങ്കിൽ ഒരു കൊലിസൊക്കെ എടുത്ത്, അതായത് സ്വർണ്ണ കൊലിസൊക്കെ എടുത്ത് ഇങ്ങനെ
നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇത് അവരുടെ കാലിന് നന്നായിട്ട് ചേരും എന്നൊക്കെയുള്ളൊരിതിൽ ആ സമയത്താണ് നമ്മുടെ നയന അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ എന്താ അതിൽ എന്ന് ചോദിച്ചു. ഇത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ആദർശ് അത് നയനയുടെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ എന്താ ഇത് ഉഷോ എന്ന് ചോദിച്ചപ്പോൾ എന്താണെന്ന് നിനക്ക് എന്താ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. ഇത് ആർക്ക് വാങ്ങിച്ചതാ? ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിയതാണെന്ന് പറഞ്ഞു. അയ്യോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് നയന പറഞ്ഞപ്പം നീ ഇങ്ങോട്ടിരിക്കുക ഇരുന്നേ എന്ന് പറഞ്ഞ് വിളിച്ചടുത്തിരുത്തി. നീ ആ കാലിങ്ങോട്ട് നീട്ടാൻ പറഞ്ഞു. അങ്ങനെ ആദർശ് നയനയുടെ കാലെടുത്ത് സ്വന്തം അടിയിലേക്ക് വെക്കുന്നു. എന്നിട്ട് ഇത് നിൻ്റെ കാലിൽ കെട്ടാമെന്നും പറഞ്ഞ് ആ കൊലുസെടുത്ത് നയനയുടെ കാലിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ഇത് കണ്ട് നയനയ്ക്ക് ഒത്തിരി സന്തോഷമായിട്ടോ. നയന ഇങ്ങനെ ആദർശനെ തന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. ആദർശ് അതുപോലെ തന്നെ നയനയെ തന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. എന്തായാലും നല്ല കാലുകളിലേക്ക് നല്ല കൊലുസ് അങ്ങോട്ട് ഇട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി നമ്മുടെ ആദർശിനും. അങ്ങനെ കൊലുസിട്ട് ആദർശിട്ട് തന്നെ ഇട്ട് കൊടുത്തതിൻ്റെ ആ ഒരു സന്തോഷം നയനയ്ക്കും. എന്തായാലും നയനിയെ അവിടെ വേലക്കാരിയാക്കി അടിച്ചോടിക്കാനായിട്ട് ഇവിടെ ജലജയും ദേവയാനിയും കൂടെ ശ്രമിക്കുമ്പോൾ ആദരവുകളും സമ്മാനങ്ങളും കൊണ്ട് ആദർശ് നമ്മുടെ നയനയെ മൂടുകയാണ് ഇപ്പം. ഈ സമയത്ത് എന്തിനാ ഇതൊക്കെ മേടിച്ചത് എന്നൊക്കെ ചോദിച്ചപ്പോൾ സ്വർണം വിറ്റ് ജീവിക്കുന്നവരാണ് ഞങ്ങൾ. കേട്ടാ തോന്നുമല്ലോ ഭയങ്കര കഷ്ടപ്പാടാണെന്ന്. അതെ, കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കുന്നതെന്ന് ആദർശ് അന്നേരം പറഞ്ഞു. ഓരോ ദിവസവും ഒരുപാട് ടെൻഷനിലൂടെ തന്നെ മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ ഞങ്ങളുടെ ബിസിനസ്സിൽ സഹായിച്ചവരെ ഞങ്ങളെ തിരിച്ചും സഹായിക്കാറുണ്ടെന്നും പലർക്കും കമ്മീഷനായിട്ടാണ് കൊടുക്കുന്നതെന്നും പറഞ്ഞു ആദർശ്. പക്ഷെ നീ അത് വാങ്ങിക്കാത്തത് കൊണ്ട് നിനക്ക് ഇതുപോലുള്ള ഗിഫ്റ്റുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പ്രതീക്ഷിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് പറയാം. അപ്പോൾ അത് കേട്ടപ്പം എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹം കൂടിക്കൂടി വരികയാണെന്ന് പറഞ്ഞു നമ്മുടെ നയന. അപ്പോൾ ആദർശ് ഒരു കള്ളച്ചിരി എന്ന് കരുതി അമ്മ ഇനി ഇത് കാണിക്കാൻ നിൽക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ കാണുവാണെങ്കിൽ തന്നെ ഇത് നിൻ്റെ അമ്മ തന്നതാണെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാ അങ്ങനെ കള്ളം പറയുന്നതെന്ന് ചോദിച്ചു നയന. കുടുംബജീവിതം നന്നായിട്ട് പോകാനേ ചെറിയ ചെറിയ കള്ളമൊക്കെ പറയേണ്ടി വരികയാണെങ്കിൽ അത് നമ്മൾ പറയണം, അതിൽ വലിയ തെറ്റൊന്നുമില്ല എന്ന് ആദർശ് പറഞ്ഞപ്പോൾ അപ്പോൾ കുടുംബജീവിതം നന്നായിട്ട് പോകണം എന്ന് ആഗ്രഹമുണ്ടല്ലേ എന്ന് ചോദിച്ചു നയന. അത് നിനക്കല്ലേ എന്നേക്കാൾ കൂടുതൽ ആഗ്രഹം, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളെന്ന് ആദർശ് പറഞ്ഞപ്പം ശരി ശരിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ഇങ്ങനെ നിൽക്കുന്നു. ആദർശ് അങ്ങ് പോയി. ആ സമയത്ത് നയനയാണെങ്കിൽ ഒത്തിരി സന്തോഷത്തോടെ അങ്ങനെ നിൽക്കുക കേട്ടോ അവിടെ. കാരണം ആദർശേട്ടൻ താൻ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ തന്നിലേക്ക് വരുന്നുണ്ടെന്നുള്ള ആ ഒരു ഇതിൽ അങ്ങനെ നമ്മുടെ നയന ഇങ്ങനെ ഇതൊക്കെ കണ്ട് എന്താ പറയുക സ്വപ്നം കണ്ട് അല്ലെങ്കിൽ സന്തോഷത്തോടെ അവിടെ നിൽക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നവ്യയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. അപ്പോൾ നവ്യ ചെല്ലുന്നു, എടുത്ത് നോക്കിയപ്പോൾ നമ്പറാണ്, പക്ഷേ അത് അബിയുടെ ഫോണായിരുന്നു. അപ്പോൾ അവൻ കുളിക്കുകയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ കോൾ എടുക്കുന്നു. അപ്പോൾ സമയം ഹലോ എന്ന് വെച്ചു. പെട്ടെന്ന് നിർമ്മലിൻ്റെ കോളായിരുന്നു. നിർമ്മലിന് മിണ്ടാൻ പറ്റുമല്ലോ. അയ്യോ ഇത് അവൻ്റെ ഭാര്യയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ. അപ്പോൾ ഹലോ ആരാണെന്ന് ചോദിച്ചു. ഞാൻ അവിയുടെ ഒരു ഫ്രണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നിർമ്മൽ വേഗം പെണ്ണിൻ്റെ ശബ്ദത്തിൽ സംസാരിക്കാം. എന്താ നിങ്ങളുടെ പേര് എന്ന് ചോദിച്ചപ്പം രേഖ. അങ്ങനെ ഒരു ഫ്രണ്ടിനെ പറ്റി അബി ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് ആണെന്നൊക്കെ പറഞ്ഞു. നോർത്ത് ഈസ്റ്റ് ജ്വല്ലറിയുടെ കസ്റ്റമറാണ് ഞാൻ. അതൊക്കെ പറഞ്ഞ് നിർമ്മൽ ഇങ്ങനെ സംസാരിക്കാം. ആരാ വിളിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് അബി അന്നേരത്തേക്ക് വന്നു. നിൻ്റെ ഒരു ഫ്രണ്ടാണെന്നാണ് പറഞ്ഞ രേഖ. രേഖയോ? അതാരാ? കണ്ടോ അങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ലാത്തത് കൊണ്ടല്ലേ നിനക്ക് സംശയം വന്നത് എന്നിങ്ങനെ നവ്യ ഈ പറയുമ്പോൾ അവൻ പിടിക്കപ്പെടുമോ എന്തോന്ന് പറഞ്ഞ് നിർമ്മൽ ഇങ്ങനെ നിൽക്കുക. രേഖ എൻ്റെ കൂടെ പഠിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അബി പറയാം. നിൻ്റെ കൂടെ പഠിച്ച ഒരുപാട് പെൺകുട്ടികൾ നിൻ്റെ ഫ്രണ്ട്സ് ആണെന്നൊക്കെ എനിക്കറിയാം എന്ന് നമ്മുടെ നവ്യ അന്നേരം പറഞ്ഞു. ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികളാണല്ലോ നിനക്ക് ഫ്രണ്ട്സ് ലിസ്റ്റുകളിൽ ഉള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ ദേഷ്യപ്പെടുമ്പോൾ നീ എന്തിനാ എൻ്റെ ഫോൺ എടുത്തതെന്ന് ചോദിച്ചു. ഞാൻ എപ്പോഴെങ്കിലും നിൻ്റെ ഫോൺ എടുക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പം ഞാനും മറ്റുള്ളവരുടെ ഫോണൊന്നും എടുക്കാറില്ല. പിന്നെ ഭർത്താവിനെ സംശയിച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാര്യമാരും ഫോണൊക്കെ ചെക്ക് ചെയ്യും. അത് അത്ര വലിയ തെറ്റായിട്ടൊന്നും പറയണ്ടെന്ന് പറഞ്ഞപ്പോൾ തെറ്റാണ്, എൻ്റെ ഫോൺ മറ്റൊരാൾ എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അബി. ശരി എന്നാൽ ഞാൻ ഇപ്പം തന്നെ പോയിട്ട് നിൻ്റെ മുത്തശ്ശനോട് ഇങ്ങനെ പെണ്ണുങ്ങൾ വിളിക്കുന്ന കാര്യം പറയാമെന്ന് പറഞ്ഞു. നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് അന്നേരം അബി നവ്യയോട് പറഞ്ഞു. ആരെങ്കിലും വിളിച്ചെന്ന് കരുതി നീ എന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നതെന്ന് ചോദിച്ചു. എൻ്റെ കൂടെ പഠിച്ചൊരു ഫ്രോഡ് വിളിച്ചപ്പം എന്തൊക്കെ പ്രശ്നം നീ ഉണ്ടാക്കിയത് എന്നൊക്കെ ഇങ്ങനെ അന്നേരം നവ്യ ചോദിച്ചു. ഇവനപ്പുറം നിന്നെല്ലാം കേൾക്കുമല്ലേ. എല്ലാം കുളമായല്ലോ ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മല അവിടെ നിൽക്കുമ്പം നീ എന്നെ ഒരു കൊള്ളരുതാത്ത പെണ്ണായിട്ട് പോലും ചിത്രീകരിച്ചില്ലേന്ന് ചോദിച്ചു നവ്യ. അപ്പം നിനക്ക് എന്തും ആകാം അല്ലേ? ഞങ്ങളെല്ലാം കണ്ടും സഹിച്ചും ഇവിടെ നിൽക്കണം അതല്ലേ? നീ ഇനി ഇതിൻ്റെ പേരിൽ വെറുതെ വിഷയം ഉണ്ടാക്കല്ലേ നവ്യെന്ന് അബി പറയുമ്പം വിഷയമൊന്നും ഉണ്ടാക്കുന്നില്ല, പക്ഷെ ഇപ്പോൾ വിളിച്ചവൾ ഇങ്ങോട്ടെങ്ങാനും കയറി വന്നാൽ എൻ്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് നവ്യ അവിടെ നിന്ന് തുള്ളിച്ചാടി അങ്ങ് പോയി. നവ്യ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അബിക്കാണെങ്കിൽ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കാം. ഓരോന്നിന് വിളിക്കാൻ കണ്ടൊരു നേരം എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. എടാ എന്നും പറഞ്ഞ് വിളിച്ച് സംസാരിക്കാം. അപ്പം ഞാൻ പെണ്ണിൻ്റെ രീതിയിൽ സംസാരിച്ച് നിന്നെ രക്ഷിച്ചതാണെന്ന് നിർമ്മൽ പറഞ്ഞപ്പം മനസ്സിലായി. നീ എന്തിനിപ്പം ഇങ്ങോട്ട് വിളിച്ചതെന്ന് ചോദിച്ചു.
എന്തിനാ ഞാൻ വിളിച്ചതെന്നോ? എടാ, ഞാൻ കറണ്ട് പോലും ഇല്ലാത്ത വീട്ടിൽ കൊതുകടിയും കൊണ്ടാണ് കിടക്കുന്നത്. അത് വല്ലതും നീ അറിയുന്നുണ്ടോ എന്ന് നിർമ്മല ചോദിച്ചപ്പം, എടാ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ എന്ന് പറഞ്ഞു. അപ്പം ഇതിൽ കൂടുതലൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. മാന്യമായി ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നതാ. അതിനിടയ്ക്ക് ഇത്തിരി പൈസയുടെ ആവശ്യം വന്നുപോയി. അതിനാണ് നിന്നെ ഞാൻ സഹായിച്ചത്. എന്നിട്ടോ എനിക്കിപ്പം നാട്ടിൽ കാല് കുത്താൻ പറ്റാത്തൊരവസ്ഥയും. എടാ, അതിനുള്ള കോമ്പൻസേഷനൊക്കെ തരാൻ ഞാൻ പറഞ്ഞില്ലേ എന്ന് അഭി ചോദിക്കുമ്പോൾ, തരാമെന്ന് പറഞ്ഞിട്ടിപ്പോഴേ നാളെന്തോരോ എന്നറിയാമോ? എനിക്ക് ഉടനെ തന്നെ 10 ലക്ഷം കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ 10 ലക്ഷമോ? അത് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞ കാര്യമായിരുന്നല്ലോ. എനിക്കത് കിട്ടിയേ പറ്റൂ, അല്ലെങ്കിലേ നിനക്ക് എന്നേക്കാൾ നഷ്ടങ്ങൾ ഉണ്ടാകും, പറഞ്ഞേക്കാം. അത് നീ മറക്കാതെ നിന്ന് നിനക്ക് തന്നെ കൊള്ളാവെന്ന് പറഞ്ഞുകൊണ്ട് അബിയെ ഭീഷണിപ്പെടുത്തോ ഈ നിർമ്മല. അതും പറഞ്ഞ് ഫോൺ ഇങ്ങ് കട്ട് ചെയ്തു. ഹലോ എടാ എന്ന് പറഞ്ഞ് വിളിച്ചെങ്കിലും കോൾ വെച്ചിട്ട് അവൻ്റെ പാട്ടിന് പോയി. അത് കഴിഞ്ഞപ്പോൾ അബി ഇങ്ങനെ നിന്ന് ചിന്തിക്കും, ഈശ്വര ആകെ വള്ളിക്കേസായല്ലോ, ഇവൻ ഞാൻ എങ്ങനെയൊന്ന് ഒഴിവാക്കും എന്നൊക്കെ അബി ഇങ്ങനെ അവിടെ നിന്ന് ഓരോ കുരുട്ടുവിധികൾ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നന്ദി.